ഓം ശാന്തി. എൻ്റെ ഒരു അനിയത്തി, എനിക്ക് നിരന്തരമായിട്ട് ഭയത്തിൻ്റെ ചിന്തകൾ വരുന്നു. എൻ്റെ ഉള്ളിലെ ഭയത്തെ എനിക്ക് നിയന്ത്രിക്കാനാവില്ല. ഏതെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കൂ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളതായിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പല സാഹചര്യങ്ങളായിട്ട് പലരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്വന്തം ഉള്ളിലെ ഭയത്തെ നീക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി, അഥവാ ആരുടെ മനസ്സിലാണോ ഭയത്തിൻ്റെ ചിന്തകൾ കണികയെങ്കിലും ഉള്ളത്, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയതായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ഇതിനു മുന്നേ പറയുകയാണ്. പുറമെന്നുള്ളതായിട്ടുള്ള ശത്രുക്കൾ, ഈ ലോകത്തിലെ വ്യക്തികളാവട്ടെ, സാഹചര്യങ്ങളാവട്ടെ, കാര്യങ്ങളാവട്ടെ, ഒന്നും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ശത്രുവിനോളം കരുത്തുള്ളതല്ല. എന്നുവെച്ചാൽ അർത്ഥം, യഥാർത്ഥമായ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ നെഗറ്റിവിറ്റി അഥവാ ഭയം, ടെൻഷൻ, വറി, ഫിയർ, ആങ്കർ, ലസ്റ്റ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് ഇതിനെയൊക്കെ തന്നെ ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടി പോസിറ്റീവ് തിങ്കിങ് എന്നതാണ് ഏറ്റവും നല്ലതായിരിക്കുന്ന രീതി. ആ പോസിറ്റീവ് തിങ്കിങ്ങിൽ കൂടി ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വിധത്തിലുള്ള ചിന്തകളാണ് കൊണ്ടുവരേണ്ടത്? ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്യുകയാണ്. എല്ലാ പ്രോഗ്രാംസും ഞാൻ കണ്ടുപഠിച്ച് നോക്കി. സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ, ജീവചരിത്രങ്ങൾ, കഥകൾ വായിച്ചു നോക്കി. പലരുടെയും ക്ലാസ്സുകൾ കേട്ടു നോക്കി. പലരെന്നും എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നോക്കി. ഒരു കാര്യം, ഒരു പരമമായ സത്യം ഞാൻ കണ്ടെത്തിയത്, ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ എന്ന ഒരു മാധ്യമത്തെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും ഹൈറ്റ്സിലെത്തില്ല എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. എത്തുമായിരിക്കും താൽക്കാലികമായി. കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് അവർ എനർജി താഴത്തേക്ക് വരും. കാരണം സ്വയം അവനവനെ എനർജറ്റിക് ആക്കാനുള്ളതായിരിക്കുന്ന മാജിക്കലായിരിക്കുന്ന ടെക്നിക്കാണ് മെഡിറ്റേഷൻ. സൈലൻസിൽ സ്വന്തം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ സംഘർഷം നടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണാം. അവിടെ സ്വസ്ഥമായ ചിന്തകളാണെങ്കിൽ അതും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ വേണ്ടാത്തതായിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ല, അതൊന്നുമല്ലെങ്കിൽ ആ ഒരു സൈലൻ്റ് ആയിരിക്കുന്ന മൈൻഡിൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളും ഉണർന്നു വരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫീൽഡിലായിക്കോട്ടെ, നോർമൽ ലൈഫിലായിക്കോട്ടെ, സ്പെഷ്യലായിട്ട് ഒന്നും അല്ലെങ്കിലും സാധാരണ ജീവിതത്തെ പോലും സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാറുള്ളത് പോലെ സംഗീതമയമായ ജീവിതം എന്ന് പറയും പോലെ സുഖകരമായൊരു പ്രവാഹം ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ മനസ്സിൻ്റെ നിയന്ത്രണം നിർബന്ധമാണ്. മനസ്സിൻ്റെ നിയന്ത്രണത്തിനോ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ നിങ്ങളെ ഒരുപാട് സഹായിച്ചിരുന്ന ഘടകങ്ങളാണ്. പലവിധ മെഡിറ്റേഷൻസ് ഇന്നത്തെ ലോകത്തുണ്ട്. നിങ്ങൾക്ക് സ്വീകാര്യമായത് നിങ്ങൾ എടുത്തോളൂ. എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യാറ് രാജയോഗ മെഡിറ്റേഷൻ, ആത്മാവിന് പരമാത്മാവുമായിട്ടുള്ള സമാഗമത്തിലൂടെ ഒരു ജീവിതത്തിൻ്റെ അനന്തത്തിൻ്റെ സുഖം, അഥവാ ജീവിതത്തിൽ എനിക്കെല്ലാം കിട്ടിയെന്നതായിരിക്കുന്ന ആ സംതൃപ്തിയുടെ സുഖം, ഈ ലോകത്ത് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കൊടുക്കണം എന്നതായിരിക്കുന്ന ദാഹം നമ്മുടെ മനസ്സിനുള്ളിൽ ജനിപ്പിക്കുന്നതായിരിക്കുന്ന സുഖം, ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാതെ സഫലമാക്കണം എന്നാഗ്രഹിക്കാനുള്ളതായിരിക്കുന്ന മോട്ടിവേഷൻ നമുക്ക് തരുന്നതായിട്ടുള്ള സുഖം, ഈ അനന്തമായിരിക്കുന്ന സുഖത്തിൻ്റെ ഉറവിടമാണ് മെഡിറ്റേഷൻ. രാജയോഗ മെഡിറ്റേഷനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറ്. നിങ്ങൾക്കാണെങ്കിൽ രാജയോഗ മെഡിറ്റേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാ ബ്രഹ്മകുമാരി സെൻറ്ററുകളിലും അവൈലബിൾ ആണ്. പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഹാഫ് ആൻ അവർ ഡീപ്പ് സൈലൻസിൻ്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളെ മാറി മറിയുന്നത് നിങ്ങൾ പോലും അറിയില്ല. അങ്ങനൊരു മാജിക്കാണ് മെഡിറ്റേഷൻ. പിന്നെ ഭയമില്ലാതാക്കാൻ വേണ്ടി മെഡിറ്റേഷൻ എന്തുപയോഗിക്കണം? തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്യൂ. അത് കഴിഞ്ഞ ശേഷം രാവിലത്തെ മെഡിറ്റേഷന് കഴിഞ്ഞ ശേഷം നമ്മുടെ മനസ്സിൽ കുറച്ച് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്കറിയോ, ഏർലി മോർണിംഗ് അവേഴ്സിൽ മുന്നും പല പ്രോഗ്രാംസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഉണർന്ന് ഉടനെ കാലുകൾ നിലത്ത് കുത്തും മുന്ന് എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് അവേഴ്സ് ഫസ്റ്റ് കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് ആക്റ്റീവായിരിക്കും. ആ സമയത്താണ് നമ്മുടെ ഏതൊരു സ്വഭാവത്തിനെയും പരിവർത്തനം ചെയ്യാനുള്ള ബെസ്റ്റ് മൊമെൻറ്റ്സ്. ആ സമയത്ത് മനസ്സിലെ തോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സ്വയം ഭഗവാന്റെ കുട്ടിയാണ്, ഞാൻ നിർഭയനായ ആത്മാവാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് 3 തോട്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്,
ഞാൻ ഭഗവാന്റെ സന്താനമാണ്, ഞാൻ നിർഭയനായ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തനാണ് എന്ന് സ്വന്തം ഭ്രൂമധ്യത്തിൽ ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ട്, പ്രകാശം ചുറ്റും വ്യാപിക്കുന്നതായി കണ്ടുകൊണ്ട്, ആ പരമാത്മ ചൈതന്യം എന്നിൽ നിറയുകയാണെന്നുള്ള ഫീലിങ്ങോടുകൂടി ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ സങ്കല്പം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഭഗവാന്റെ കുട്ടിയാണെന്ന് ഓർക്കുക. ഒരിക്കലും നമ്മളെ വിട്ടുപിരിയാത്ത അച്ഛൻ, എല്ലാ ജന്മങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അച്ഛൻ, ആ അച്ഛൻ്റെ സുഖം, ആ സാമീപ്യം ഒരു സെക്കൻഡ് അനുഭവിച്ച് നോക്കി നോക്കൂ നിങ്ങൾ. എന്തൊരു മധുരമായിട്ടുള്ള അനുഭവമാണെന്നറിയോ അത്. ആ അനുഭവത്തിന് ശേഷം അടുത്ത തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഞാൻ നിർഭയനായ ആത്മാവാണ്. സർവശക്തനായ ഭഗവാൻ ആരുടെ കൂടെയുണ്ടോ അവർക്ക് ഈ ഭൂമിയിൽ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈശ്വരൻ നന്മയുടെയും ധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കാറുള്ളൂ. അധർമ്മമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഭഗവാന്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കൈകളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്ന നിങ്ങളറിയില്ല. ഈശ്വരൻ വിടുകയല്ല, നമ്മുടെ കൈ ഊർന്നു പോവുകയാണ് കർമ്മം കൊണ്ട്. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തം മനസ്സിലെ സത്യതയുടെ ആധാരത്തിൽ ഉറപ്പിച്ചു പറയുക, ഞാൻ നിർഭയനായ ആത്മാ. ഈ 3 കാര്യങ്ങൾ ഇതേപോലെ വീണ്ടും വീണ്ടും ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എനർജി, ആ ഒരു വിഷ്വലൈസേഷൻ ഒപ്പം ഈ തോട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ ഭയം എന്തെന്നറിയാത്ത ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ തുടങ്ങും. 7 ദിവസം കഴിയുമ്പോൾ തോട്ട്സിൻ്റെ പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടാവും. 21 ദിവസം കഴിഞ്ഞാൽ സംസ്കാരം തന്നെ പരിവർത്തനാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അതുകൊണ്ട് ഇനി ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ, അത്രയും വിവശതയിലാണ് അവരുള്ളതെങ്കിലോ, ഒരു കാര്യം ചെയ്യൂ, പേപ്പറും പെന്നും എടുത്തുകൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള 3 വരിനെ 108 പ്രാവശ്യം എഴുതിക്കോളൂ. എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലതിൻ്റെ വൈബ്രേഷൻ, പ്രകമ്പനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആ അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയം ഏതായിക്കോട്ടെ, ചിലർക്ക് ഭൂതപ്രേതങ്ങളോടുള്ള ഭയം, ചിലർക്ക് വ്യക്തികളോടുള്ളതായിരിക്കുന്ന ഭയം, ചിലർക്ക് ആളുകളെ നേരിടാനുള്ളതായിരിക്കുന്ന ഭയം, ചിലർക്ക് പരീക്ഷയെ നേടാനുള്ളതായിട്ടുള്ള ഭയം, ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങളെ പെർഫോം ചെയ്യാനുള്ളതായിട്ടുള്ള ഭയം, എല്ലാവിധ ഭയങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഒറ്റമൂലിയാണ് ഈ മഹാമന്ത്രം അഥവാ ഈ ഒരു പ്രാക്ടീസ്. നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ജീവിതത്തിൽ നിന്ന് ഭയത്തിൻ്റെ വേരുകളെ അറുത്തു മാറ്റിയാൽ ഉയരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ഉയരങ്ങളിലെത്തട്ടെ, ഭയത്തെ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.